തെക്കൻ ഗസയിൽ ഗമാസ് നടത്തിയ സ്ഫോടനത്തിൽ 8 ഇസ്രയേലി സൈനികർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നുണ്ട്. ഇസ്രയേൽ സേനയുടെ ആക്രമണത്തിൽ 3 വീടുകളിലെ 30ഓളം പലസ്തീനികൾ കൊല്ലപ്പെട്ടു എന്നും വാർത്ത. 50,000-ലേറെ കുട്ടികൾ ഗസയിൽ മരണാസന്നരെന്ന് UN ഏജൻസികൾ വെളിപ്പെടുത്തുന്നു. ഈ വാർത്തകളെ ആഴത്തിൽ വിശകലനം ചെയ്യാൻ നമുക്ക് നമ്മുടെ വിദേശകാര്യ സ്പെഷ്യലിസ്റ്റ് ബി പി ജെയിംസ് വരുന്നു. ഗുഡ് മോർണിംഗ് ജെയിംസ്. കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? കാര്യങ്ങൾ കുഴപ്പമില്ല. ജീവിതമൊക്കെ വലിയ കുഴപ്പമില്ലാതെ നീങ്ങുന്നുണ്ടല്ലോ. ഉണ്ട്. ഓക്കെ, വഴിമുട്ടിയാലും കുഴപ്പമില്ല, ഒരിക്കൽ നീങ്ങിക്കോ. വഴിമുട്ടത്തെ പ്രശ്നമില്ലല്ലോ. ബിബി, അപ്പൊ നമ്മൾ പശ്ചിമേഷ്യയിലേക്ക്. ഇസ്രായേലിന് വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. പ്രത്യേകിച്ച് ഇസ്രായേലിൻ്റെ ടാങ്കുകൾ റഫയിൽ ഉരുണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് കോൺവോയ് ആയിട്ട് പോയ ഒരു ടാങ്കിന് നേരെ ആക്രമണം നടന്നിരിക്കുന്നത്. അതിൽ 8 ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടു എന്ന വാർത്തകളാണ് ഈ മണിക്കൂറുകളിൽ വരുന്നത്. ഇസ്രായേലിനെ ഞെട്ടിച്ച സംഭവമാണ്. പ്രത്യേകിച്ച് അവർ പ്രതീക്ഷിക്കാത്ത സമയത്താണ് സ്ഫോടനം നടന്നിട്ടുള്ളത്. അതിൻ്റെ ഉത്തരവാദിത്തം ഹമാസ് ഏറ്റെടുത്തിട്ടുണ്ട്. ശത്രുക്കൾക്കെതിരെ ഇനിയും ആഞ്ഞടിക്കും എന്നാണ് ഹമാസിൻ്റെ വക്താവ് പറഞ്ഞത്. അതുകൊണ്ട് ഹമാസ് ഒരുക്കിയ ഒരു ട്രാപ്പിൽ വീണ് പൊട്ടിത്തെറിച്ച് ടാങ്കുകൾ തകർന്നു. 8 ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടിരിക്കുന്നു. അതിനിടയിൽ ഇസ്രായേൽ സേന ഗസയിലെ മറ്റു പല പ്രദേശങ്ങളിലും ആക്രമണം നടത്തുന്നുണ്ട്. 3 വീടുകൾക്ക് നേരെ നടന്ന ആക്രമണത്തിൽ ഒറ്റയടിക്ക് 30ഓളം പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത കൂടി വരുന്നു. ഇതിനേക്കാളൊക്കെ സങ്കടകരമായ വാർത്ത എന്ന് പറയുന്നത് 50,000-ഓളം കുഞ്ഞുങ്ങൾ മരണാസന്നരാണ്, പട്ടിണി കിടന്ന് മരണാസന്നരാണ് എന്ന് UN ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഈജിപ്ത് ബോർഡറിൽ നിന്ന് ഭക്ഷണം വരുന്നില്ല. പ്രത്യേകിച്ച് തെക്കൻ ഗസയിലെ പല പ്രദേശങ്ങൾ, റഫയിൽ ഒക്കെ കുട്ടികൾക്ക് ഒരു തരത്തിലും ഭക്ഷണം കൊടുക്കാൻ പറ്റാതെ അഭയാർത്ഥി ക്യാമ്പുകളിൽ നരകിച്ച് മനുഷ്യർ മരണമടയുന്ന വാർത്തകളാണ് ഗസയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ആ തരത്തിൽ UN ഏജൻസികൾ വല്ലാത്ത മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. കാരണം ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ 10,000 കുട്ടികളുടെ കഥയാണ് പറഞ്ഞെങ്കിൽ ഇപ്പോൾ അവിടുത്തെ ഏജൻസിയിലുള്ള ആൾക്കാർ തന്നെ നേരിട്ട് പോയി വിലയിരുത്തിയാണ് പറയുന്നത് 50,000-ലേറെ കുഞ്ഞുങ്ങൾ മരണാസന്നരായിരിക്കുകയാണ്. ഭക്ഷണം കൊടുക്കാനൊന്നുമില്ല. അവിടുത്തെ സ്ത്രീകളുടെയും കുട്ടികളുടെയും മനുഷ്യരുടെയൊക്കെ കഥയാണ്. പക്ഷേ കുഞ്ഞുങ്ങളുടെ കാര്യം വളരെ സങ്കടകരമായ അവസ്ഥയിലാണ്. അതിനിടയിൽ ലെബനോൻ താഴ്വരകളിൽ വീണ്ടും ഇസ്രായേലി ബോംബിംഗ് നടന്നു. നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേലിലേക്ക് പകരം ലെബനോൻ്റെ ഭാഗത്ത് നിന്ന് റോക്കറ്റുകൾ അയച്ചിരിക്കുന്നു. അപ്പോൾ ഈ തരത്തിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം മുന്നോട്ട് പോവുകയാണ്. ഒരു തരത്തിലുള്ള ഒരു സമാധാനത്തിനുള്ള ശ്രമങ്ങളൊന്നും വിജയിച്ചിട്ടില്ല. ജിംസെ, മറ്റൊരു വാർത്ത വരുന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ ഈ സമാധാന പദ്ധതി യുക്രൈൻ സമാധാന ഉച്ചകോടി തള്ളിക്കളഞ്ഞു എന്ന വാർത്ത. കാര്യം പുടിൻ ഇതിനകത്ത് ചില തന്ത്രങ്ങളുണ്ടല്ലോ. ഈ വ്ളാഡിമിർ പുടിൻ്റെ സമാധാന പദ്ധതി എന്ന് പറയുന്നത് ഞങ്ങൾ ഇതുവരെ പിടിച്ചടക്കിയ പ്രദേശങ്ങൾ മുഴുവൻ ഞങ്ങൾക്ക് എന്ന് വെച്ചാൽ ഉക്രൈൻ്റെ ഒരു ഭാഗം 1/3 പ്രദേശം റഷ്യയോട് ചേർത്തുകൊണ്ടുള്ളൊരു സമാധാന പദ്ധതിയാണ് പുടിൻ അവതരിപ്പിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഉക്രൈൻ്റെ പരമാധികാരത്തിൽ കയറി ആക്രമണം നടത്തി അവിടുത്തെ പ്രദേശങ്ങൾ പിടിച്ചെടുത്തത് കിഴക്കൻ ഉക്രൈനിലെ ലുഹാൻസ്ക്, ഡോണറ്റ്സ്ക്, അതുപോലെ തന്നെ തെക്കൻ ഉക്രൈൻ്റെ ഭാഗങ്ങൾ മരിയോപോൾ അടക്കമുള്ള പ്രധാനപ്പെട്ട കാർക്കീവ് തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിലെ ഏതാണ്ട് ഉക്രൈൻ്റെ 1/3 ഭാഗങ്ങൾ ചേർത്തുകൊണ്ട് റഷ്യ ഒരു സമാധാന പദ്ധതി അവതരിപ്പിച്ചിരിക്കുന്നു. അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ലെന്ന് വ്ളാഡിമിർ സെലൻസ്കി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ സ്വിറ്റ്സർലൻഡിൽ 2 ദിവസത്തെ യുക്രൈൻ സമാധാന ഉച്ചകോടി നടന്നുകൊണ്ടിരിക്കുകയാണ്. 90 രാജ്യങ്ങൾ പങ്കെടുക്കുന്നു. ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ വ്ളാഡിമിർ സെലൻസ്കി ഇതിനോട് എതിർപ്പ് പറഞ്ഞു. ഒരു പക്ഷേ യൂറോപ്പിൽ നിന്ന് ഇറ്റലിയും ജർമ്മനിയുമാണ് ഏറ്റവും വലിയ എതിർപ്പ് പ്രകടിപ്പിച്ചത്. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനി ഇപ്പോൾ ഇന്ത്യയിൽ വലിയ തരംഗമാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് ഒരുമിച്ച് നിന്ന് സെൽഫി എടുക്കുന്നതിൻ്റെ ചിത്രം മെലഡി എന്ന പേരിൽ അവർ ട്വീറ്റ് ചെയ്തിരുന്നു. അത് എക്സിലിട്ടിരുന്നു. അത് വല്ലാത്ത രീതിയിൽ ചർച്ചയായിട്ടുണ്ട്. അപ്പം മെലോണിയാണ് ആദ്യത്തെ വെടിപൊട്ടിച്ചത്. ഒരു തരത്തിലും ഈ റഷ്യയുടെ വാദത്തോട് യോജിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് ജർമ്മനിയുടെ ചാൻസലർ ഒലഫ് ഷോൾസും അതിനോട് ശക്തമായിട്ട് തന്നെയാണ് പ്രതികരിച്ചത്. അതുകൊണ്ട് തന്നെ ആ 90 രാജ്യങ്ങളും ഉക്രൈന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് റഷ്യയുടെ മേൽ വല്ലാത്ത സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ഇതിനിടയിലാണ് ഈ കാർക്കീവ് ഭാഗങ്ങളിൽ റഷ്യയുടെ ആക്രമണം കൂടുതൽ ശക്തിപ്പെടുത്തിയിരിക്കുകയാണ്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലുള്ള ഇതിന് പിൻവാങ്ങാൻ തയ്യാറല്ല എന്ന നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതിനിടയിൽ ക്യൂബയിൽ റഷ്യയുടെ യുദ്ധ കപ്പലുകൾ ചെന്ന് അവിടെ സേനാഭ്യാസം നടത്തുന്നുണ്ട്. അമേരിക്കൻ
യുദ്ധക്കപ്പലുകൾ നിരീക്ഷണവുമായി രംഗത്തുണ്ട്. യുദ്ധം കൂടുതൽ വ്യാപിക്കാനുള്ള സാധ്യതകളൊന്നും തള്ളിക്കളയുന്നില്ല. സമാധാന സമ്മേളനം ഒരുപക്ഷെ ഒരു തരത്തിലൊരു സമാധാനത്തിൻ്റെ പാത തുറക്കുന്ന തരത്തിലേക്ക് എത്തുന്നില്ല. റഷ്യ കടുംപിടുത്തം പിടിക്കുകയാണ്, പക്ഷേ റഷ്യയുടെ മേൽ സമ്മർദ്ദമുണ്ടാവുന്നു. എസ് കെ. ജെയിംസ്, ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് അമേരിക്ക അഭിപ്രായപ്പെട്ടിരിക്കുന്നു. അത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ശക്തിയാണ് അത് തെളിയിച്ചതെന്ന് പറയുന്നത്. മാത്രമല്ല, ഇന്ത്യയും ചൈനയിലുള്ള പ്രശ്നങ്ങളും അതിർത്തി തർക്കവും മാത്രം എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയുന്നതല്ലെന്നും അമേരിക്ക പറയുന്നു. അമേരിക്കൻ സംഘം ഇവിടെ ഇന്ത്യയിൽ എത്തുന്നു എന്ന വാർത്തയും വരുന്നുണ്ടല്ലോ. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? എസ് കെ എൻ, ഇന്ത്യയിൽ പുതിയ സർക്കാർ വന്നതിന് പിന്നാലെ അമേരിക്കയുടെ ഉന്നതതല സംഘം, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് സള്ളിവൻ, അതുപോലെ തന്നെ അവരുടെ സ്റ്റേറ്റ് സെക്രട്ടറി, ഡെപ്യൂട്ടി സ്റ്റേറ്റ് സെക്രട്ടറി ക്യാമ്പൽ എന്നിവരുടെ നേതൃത്വത്തിൽ വലിയ ഔദ്യോഗികമായ സംഘം തന്നെയാണ് ഇന്ത്യയിൽ എത്തുന്നത്. പ്രത്യേകിച്ച് ക്യാമ്പൽ വളരെ പ്രശസ്തനാണ്. പ്രത്യേകിച്ച് കോഡ് സഖ്യത്തിൽ ഇന്ത്യയെ അംഗമാക്കിയതിന് പിന്നിൽ ക്യാമ്പലാണ് ഏറ്റവും വലിയ തിയറി അവതരിപ്പിച്ചത്. ഇൻഡോ പസഫിക് മേഖലയിലെ ക്വാഡ് സഖ്യം, അതിൽ അമേരിക്ക, ജപ്പാൻ, ഓസ്ട്രേലിയ, ഇന്ത്യ, ചൈനയ്ക്കെതിരെയുള്ള സഖ്യമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ വിലയിരുത്തിയിരിക്കുന്നത്, അമേരിക്കയുടെ ഔദ്യോഗിക വിലയിരുത്തലായിട്ട് ഈ ദിവസങ്ങളിൽ വന്നിരിക്കുന്നു, ഇന്ത്യ ചൈന അതിർത്തി തർക്കം ഏതാണ്ട് 4 വർഷം പിന്നിടുകയാണ്. അത് ഒരു തരത്തിലും പെട്ടെന്ന് തീരാൻ സാധ്യതയില്ല. കാരണം അതിന് കാരണമായിട്ട് പറയുന്നത് ചൈനയുടെ പിടിവാശിയാണ്. ചൈന ഒരു തരത്തിലും ഈ പിടിച്ചടക്കിയ പ്രദേശങ്ങൾ വിട്ടുകൊടുക്കുകയോ അതിന് കൂടുതൽ സ്ഥലങ്ങൾ പിടിച്ചെടുക്കണം, സാമ്രാജ്യത്വ മോഹങ്ങളുമായി ചൈന നിൽക്കുന്നു എന്നാണ് അമേരിക്ക പറയുന്നത്. നേരത്തെ അമേരിക്കയാണ് സാമ്രാജ്യത്വ രാജ്യമെന്ന് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ പറഞ്ഞിരുന്നത്. എന്തായാലും ഉന്നതതല സംഘം വരുമ്പോൾ ഇതൊക്കെ ചർച്ചാ വിഷയമാവും. അതിർത്തി പ്രശ്നം പരിഹരിക്കാൻ എളുപ്പമല്ലെന്നാണ് അമേരിക്ക വിലയിരുത്തിയിരിക്കുന്നത്. എസ് കെ. താങ്ക് യു, ബേബി ജെയിംസ്. വിദേശ വാർത്ത ഇനി നാളെ ഇതേ സമയം.